അച്ഛാ, കത്തോലിക്ക മാതാവിനെ ആരാധിക്കുവാണോന്ന് പൊതുവേ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അതിനെന്താ മറുപടി? കന്യാമറിയത്തെ സഭ ഒരിക്കലും ആരാധിക്കാൻ ശ്രമിച്ചിട്ടില്ല, സമ്മതിക്കുകയുമില്ല. കാരണം ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ് ആരാധന. പരിശുദ്ധ കന്യാമറിയം ദൈവമല്ല, ഒരു മനുഷ്യ വ്യക്തിയാണ്. പക്ഷെ വെറും ഒരു മനുഷ്യ വ്യക്തിയല്ല. സകല മാലാഖമാരിലും മനുഷ്യരിലും ദൈവത്താൽ ഉയർത്തപ്പെട്ട നിലയ്ക്ക് വളരെ ഉന്നതമായ സവിശേഷമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ 3 വാക്കുകളുണ്ട്. അത് മനസ്സിലാക്കിയാലേ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം പിടികിട്ടുള്ളൂ. ഒന്നാമത്തെ വാക്ക് ലാട്രിയ എന്നാണ്. ലാട്രിയ എന്ന വാക്കിന്, അത് ഗ്രീക്ക് വാക്കാണ്, അതിൻ്റെ അർത്ഥം ദൈവത്തിന് കൊടുക്കുന്ന പരമാരാധന എന്നാണ്. ഡൂളിയ എന്നതും ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം വിശുദ്ധർക്ക് നൽകുന്ന വണക്കം എന്നാണ്. ഇനി ദൈവത്തിന് നൽകുന്ന ആരാധന മറിയത്തിന് കൊടുക്കാൻ പാടില്ല, കാരണം മറിയം മനുഷ്യ വ്യക്തിയാണ്. വിശുദ്ധർക്ക് കൊടുക്കുന്ന ഡൂളിയ പരിശുദ്ധ മാതാവിന് യോജിച്ചതല്ല, കാരണം മാതാവ് സാധാരണ വിശുദ്ധരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് സഭ മൂന്നാമതൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഹൈപ്പർ ഡൂളിയ, അതായത് ഉന്നതമായ വണക്കം. വിശുദ്ധർക്ക് നൽകുന്നതിനേക്കാളെല്ലാം വളരെ ഉയർന്ന ഒരു സ്ഥാനം, വണക്കം മറിയത്തിന് അർഹതയുള്ളത് കൊണ്ട് മറിയത്തിന് കൊടുക്കുന്ന ഉന്നത വണക്കമാണ്. അപ്പം അത് ആരാധനയല്ല, ഒരിക്കലും ആരാധനയാവുകയില്ല. മറിച്ച് പരിശുദ്ധ മറിയത്തിന് മനുഷ്യാവതാര കർമ്മത്തിലും ക്രിസ്തുവിൻ്റെ പരിത്രാണ കർമ്മത്തിലുമുള്ള അനന്യമായ അതുല്യമായ പങ്ക് പരിഗണിച്ചുകൊണ്ടാണ് സഭ ന്യായയുക്തം മറിയത്തിന് ഈ ഉന്നത വണക്കം നൽകുന്നത്. അപ്പൊ ഇങ്ങനൊരു ചിന്ത വരാലോ, ഈശോയുടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ മാതാവ് വഴി ചോദിക്കണേ? ഇതിനുത്തരം യേശു തന്നെ തരുന്നുണ്ട്. കാനായിലെ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയത് പരിശുദ്ധ മറിയം അറിയുന്നതിനും എത്രയോ മുൻപ് യേശു അറിഞ്ഞു. യേശുവിൻ്റെ ജ്ഞാനം ദൈവിക ജ്ഞാനമാണ്. മറിയം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണെങ്കിൽ യേശു കാണാതെ തന്നെ തൻ്റെ ദൈവിക ജ്ഞാനത്തിൽ അവിടെ വീഞ്ഞു തീർന്നു പോയെന്ന കാര്യം അറിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് യേശു മുൻകൈ എടുക്കുന്നില്ല? അതിലൂടെ യേശു പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ മറിയത്തിലൂടെ മനുഷ്യവർഗത്തെ അനുഗ്രഹിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് യേശു അവിടെ ഒരു മുൻകൈ എടുക്കാതെ ഇരിക്കുന്നു. മാതാവ് ആവശ്യപ്പെടുന്നു, തൻ്റെ സമയമായിട്ടില്ലെന്നുള്ള സത്യം യേശു വെളിപ്പെടുത്തുന്നു. എന്നാൽ പോലും മാതാവിൻ്റെ മധ്യസ്ഥത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് യേശു തൻ്റെ സമയം ആകാഞ്ഞിട്ട് പോലും മാതാവിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അടയാളം പ്രവർത്തിച്ച് ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ആ കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് തത്വമാണ്. പരിശുദ്ധ മറിയത്തിലൂടെ മനുഷ്യരെ അനുഗ്രഹിക്കുവാനും കൃപ നിറയ്ക്കുവാനുമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മാതാവിലൂടെ മധ്യസ്ഥം വഹിക്കുന്നതാണ് ദൈവത്തിന് കൂടുതൽ പ്രസാദകരം. അല്ലാതെ നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ ഒരു കുറ്റമില്ല. പക്ഷെ മാതാവിലൂടെ ആണെങ്കിൽ ദൈവത്തിന് കൂടുതൽ പ്രസാദകരമാകും. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ, അയോഗ്യതകളും എല്ലാം മാതാവ് വഴിയാകുമ്പോൾ മാതാവ് തന്നെ അത് പരിഹരിച്ച് ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയെ കൂടുതൽ പൂർണ്ണമാക്കി ദൈവത്തിന് മാതാവ് തന്നെ സമർപ്പിച്ചുകൊള്ളും. ഇതിനും വിശുദ്ധ ബൈബിളിൽ ധാരാളം തെളിവുകൾ നമുക്ക് നിരത്താൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്.